ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻകറി അല്ലെങ്കിൽ മീൻ മുളകിട്ടത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മീൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിണ്ടാന്ന് പറയുന്ന ടൈപ്പ് മീനാണ് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മൺചട്ടിയിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വലിയ ജീരകവും ഉലുവയൊക്കെ നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഓവറായിട്ട് മൂപ്പിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു രുചിയൊക്കെ കൂടുതലായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളക്ക് പകരമായിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള വലിയൊരു തക്കാളിയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി വേണം ഇതിലേക്ക് എടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളി സവാളയൊക്കെ നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ അതിനിടയിലായിട്ട് ഞാൻ ഒരു പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല പോലെ വെന്ത് വന്നാലാണ് നമ്മുടെ കറിയും നല്ല തിക്കായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് ഇതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻകറി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ വലിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറിയും തന്നെ നമ്മൾ 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് മീൻ വെച്ചിട്ടും ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് മീൻകറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മീനെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ കൂടെ തന്നെ മല്ലിയില തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കരുത്. അപ്പോൾ മീൻ നല്ലപോലെ ഉടഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലായിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ തൂമിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി തൂമിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ചൂടാറി വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ ആയിട്ടാണ് കുറച്ച് ലൂസായിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.